നമസ്കാരം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും സുഭാഷ് സാറാണ്. നമ്മൾ ഇന്ന് ഈ എക്സാമിന്റെ ഏറ്റവും തൊട്ടു മുമ്പുള്ള സമയം എത്തിയിരിക്കുകയാണ്. ഇനി നമ്മുടെ മുന്നിൽ കുറച്ച് മണിക്കൂറുകൾ മാത്രം. എല്ലാവരും നല്ല രീതിയിൽ കൂടെ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കുഴപ്പമില്ലാതെ നമ്മുടെ ക്ലാസ്സുകൾ ഞാൻ മാക്സിമം ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ആയിട്ട് സൂപ്പർ ആയിട്ടുള്ള ഈ എക്സാമിന് വരുന്ന ചോദ്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എക്സാമിന് തൊട്ടു മുമ്പുള്ള ഈ സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു നിർത്തുക. പിന്നെ കൂൾ ഓഫ് ടൈമിനെ കുറിച്ച് പറയാനാണ് ഞാൻ ഇപ്പോൾ വന്നത്. നമുക്ക് 15 മിനിറ്റ് കിട്ടുന്നുണ്ട്. ഈ 15 മിനിറ്റ് കൊണ്ട് അവർ പറഞ്ഞേക്കുന്നത് കൂൾ ആവുന്നതിന് വരെ നമ്മൾ ആകെ ഹോട്ടായി കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു. അതുകൊണ്ട് കൂൾ ഓഫ് ടൈമിനെ നല്ല കൂളാക്കി തന്നെ പോകാൻ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളൊരു മുഴുവനായിട്ടൊരു നോട്ടമുണ്ട്, ഫുള്ളായിട്ട് അവിടെ ഇവിടെ എല്ലാം കൂടെ. അവിടെ വെച്ച് പല കുട്ടികളുടെയും കോൺഫിഡൻസ് നഷ്ടപ്പെടാറുണ്ട്. കാരണം ചില ക്വസ്റ്റ്യൻസുകളൊക്കെ കാണുമ്പോൾ അയ്യോ ഈ ചാപ്റ്ററിൽ ഈ ക്വസ്റ്റ്യൻ ആണോ വന്നത്, ഞാൻ ഇതല്ലല്ലോ പഠിച്ചത്, ഇല്ലെങ്കിൽ പ്രതീക്ഷിച്ചുകൊണ്ട് പോയിരുന്ന ക്വസ്റ്റ്യന് മാറി വന്നല്ലോ. ഇങ്ങനെ പല കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ വരും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് മുഴുവൻ ക്വസ്റ്റ്യനോടെ വായിക്കാനേ പാടില്ല. അങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ കാരണം നമ്മൾ ഫ്രഷ് ആയിട്ട് ഓരോ ക്വസ്റ്റ്യൻ ഇങ്ങനെ 1 by 1 ആയിട്ട് വരുമ്പോൾ നമ്മുടെ ആൻസർ വരും, ഇങ്ങനെ മനസ്സിൽ വരും. കാരണം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടില്ല. ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ മാത്രം നമുക്ക് നമ്മുടെ തലയിൽ നിന്ന് കിട്ടും. ഇല്ലെങ്കിൽ നമുക്ക് ആകെ പ്രശ്നം. ഒരു ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ ആ ക്വസ്റ്റ്യൻ അറിയാമായിരുന്നു, അത് അവിടെ പോയി എഴുതാം, അങ്ങനെ ആകെ പ്രശ്നം ഉണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരിക്കലും ക്വസ്റ്റ്യൻ ഫുള്ളായിട്ട് വായിക്കാതിരിക്കുന്നതാണ് നല്ലത്. ആ സമയത്ത് നിങ്ങൾക്ക് ആദ്യത്തെ 3-4 ചാപ്റ്റർ മീൻസ് ഇപ്പൊ സെറ്റ്സ്, റിലേഷൻസ്, ലീനിയർ ഇൻഇക്വാലിറ്റീസ്, കോംപ്ലക്സ്, അവിടെ നിന്നൊക്കെ ചെയ്യേണ്ട ആ ക്വസ്റ്റ്യന്റെ ആൻസർ ഒക്കെ ഏകദേശം ഒന്ന് മനസ്സിലാക്കി പെൻസിൽ കൊണ്ടൊക്കെ ടീച്ചർ അങ്ങോട്ട് പോകുമ്പോൾ അതൊക്കെ അറിയാം. ഞാൻ പറഞ്ഞ ആവശ്യമില്ല, എന്നെക്കാട്ട് നല്ല സൂപ്പറായിട്ട് അറിയാം അല്ലേ. അതൊക്കെ അങ്ങ് ചെയ്തേക്കണം. ആ സമയത്തൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ ടീച്ചർ അങ്ങോട്ട് നടക്കുമ്പോൾ എഴുതും, തിരിച്ചു വരുമ്പോൾ ഭയങ്കരമായിട്ട് വായിക്കുന്നു, പിന്നെയും ടീച്ചർ അങ്ങോട്ട് മാറുമ്പോൾ എന്തെങ്കിലുമൊക്കെ പെൻസിൽ കൊണ്ട് എഴുതുന്നു. കാര്യങ്ങൾ നമ്മളെ നേടിയെടുക്കുക എന്നുള്ളതാണ്, ആർക്കും കുഴപ്പമില്ലാതെ. ഓക്കെ, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അത്യാവശ്യം ക്ലാസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ആംഗ്യ ഭാഷയിൽ 5ാമത്തെ ക്വസ്റ്റ്യൻ എത്ര ആണ് അങ്ങനെയൊക്കെ ചോദിച്ച് ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കണം. ഒരു പ്രശ്നമില്ല, അതൊന്നും ഒരു വിഷയമല്ല. ഓക്കെ, ആ സമയത്തൊക്കെ ഇത് നോക്കും. കാരണം കുറെ 5 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസുകളെ കുറിച്ചൊക്കെ ഒരു ഐഡിയ കിട്ടും. പിന്നെ നമ്മൾ ഇരിക്കുന്ന പൊസിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നല്ല കാര്യങ്ങളൊക്കെ ചെയ്തവരാണെങ്കിൽ ഏകദേശം നടുക്ക് എല്ലാവരും ഒത്തിരി പേര് ചുറ്റി കാണും. ഇത്തിരി പ്രശ്നങ്ങളൊക്കെ ആയിട്ടുള്ളവരാണെങ്കിൽ ഏറ്റവും നമ്മുടെ മുന്നിൽ എന്തായാലും ഭിത്തിയായിരിക്കും കേട്ടോ. ഭയങ്കര അന്നേരം നമ്മൾ വിചാരിക്കും, ഓ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ വന്നിരുന്നത് എന്നൊക്കെയുള്ള ഒരു തോന്നലുണ്ടാവും. എല്ലാം നമ്മളുടെ അഭിനവർക്ക് ഇപ്പൊ എവിടെയാ പൊസിഷൻ എന്നൊക്കെ അറിയാം, ആരാണ് കൂടിയിരിക്കുന്നതെന്നൊക്കെ അറിയാം. എല്ലാ കാര്യങ്ങളും ചെയ്തോണം. ആരാ കൂടിയിരിക്കുന്നതെന്നൊക്കെ അവരെയൊക്കെ ഒന്ന് ഫോൺ ചെയ്ത് നല്ല ആണെങ്കിൽ കേട്ടോ അവരെയൊക്കെ ഒന്ന് ചങ്ങാത്തം കൂടിയേക്കണം. കാര്യങ്ങളൊക്കെ നടക്കണ്ടേ. ഓക്കെ, ഞാൻ പിന്നെ ചെയ്യാൻ പറഞ്ഞത് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഒരു ചെറിയ കാര്യം ചെയ്യാം. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ വാല്യൂസ്, സൈൻ 30 എത്ര, കോസ് 45 എത്രയാണ്, ടാൻ 60 എത്രയാണോ എനിക്കറിയത്തില്ലടാ എന്ന് പറയേണ്ട ആവശ്യമില്ല. സൂപ്പർ ഷോർട്ട് കട്ടാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അതിനോടാണ് ഞാനിപ്പോൾ ഈ ടൈം യൂസ് ചെയ്യുന്നത്. എല്ലാവരും മറക്കാതെ ഇത് ഷെയർ ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഫുൾ. നിങ്ങൾക്ക് കാരണം ഒരു കുട്ടിക്ക് ഇത് കിട്ടിയാൽ ഏറ്റവും നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ കൂടിയാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് അതിനുവേണ്ടി നമ്മൾ ഇത് ഇത്രയും ചെയ്തു തരുന്നത്. അപ്പൊ നിങ്ങൾ അതിന്റെ ഉത്തരവാദിത്തം എല്ലാവരും ഒന്ന് കാണിച്ചേക്കണം. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് സൈൻ കോസ് ടാൻ ഇവരുടെയൊക്കെ വാല്യൂസ് നമുക്ക് അറിയില്ല. അപ്പോൾ ഇത് ഏതാ 0 ഡിഗ്രി 30 ഡിഗ്രി ഇതൊന്നും അറിയില്ല. എല്ലാത്തിനെയും ഈ സമയം കൊണ്ട് നിങ്ങൾക്ക് അവിടെ എഴുതിയിടാം. പലയിടത്ത് യൂസ് ഉണ്ട്, ട്രിഗണോമെട്രി യൂസ് ഉണ്ട്, നമ്മുടെ കോംപ്ലക്സ് നമ്പേഴ്സ് യൂസ് ഉണ്ട്, സ്ട്രെയിറ്റ് ലൈൻസ് യൂസ് ഉണ്ട്, പലയിടത്ത് ട്രിഗണോമെട്രി ഫംഗ്ഷൻസിന്റെ വാല്യൂസ്. ഓക്കെ, അതുകൊണ്ട് ഇതിനെല്ലാം കൂടെ ആ കൂൾ ഓഫ് ടൈമിൽ 5 മിനിറ്റ് വേണ്ട, ഒരു 2 മിനിറ്റ് മതി, ഒറ്റ മിനിറ്റ് മതി. ഓക്കെ, ചെയ്യുന്ന മെത്തേഡ്സ് എടുത്തോ. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 0 കിലോ, 1/4 കിലോ, 1/2 കിലോ, 3/4 കിലോ, 1 കിലോ. നോക്കണം, 0 കിലോ, 1/4 കിലോ എന്ന് പറഞ്ഞാൽ 1/4, 1/2 കിലോ മീൻസ് 1/2, 3/4 കിലോ 3/4, 1 കിലോ. ഇങ്ങനെ 1/4 കിലോയുടെ വ്യത്യാസത്തിൽ ആദ്യം കൂടി നമ്പേഴ്സുകൾ ചുമ്മാ എഴുതണം. 0 കിലോ, 1/4 കിലോ എന്ന് പറയുമ്പോൾ 4-1, 1/2 കിലോ 2-1, 3/4 കിലോ 4-3, 1 കിലോ 1. ഓക്കെ, എന്നിട്ട് എഴുതിയ ശേഷം ഈ നമ്മളുടെ 0 ഡിഗ്രി കറക്റ്റ് ആയിട്ട് ഓർഡർ ഉണ്ടല്ലോ. നമ്മൾ പഠിച്ചേക്കുന്ന ഡിഗ്രീസ് ഉണ്ടല്ലോ, 0 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. ഓക്കെ ആണല്ലോ. ഇങ്ങനെ അങ്ങോട്ട് എഴുതുക. ഓക്കെ, എന്നിട്ട് ഇവിടെ സൈൻ കോസ് ടാൻ. ഓക്കെ, ഇങ്ങനെ അങ്ങോട്ട് ഫില്ല് ചെയ്യാം. എന്ത് രസം. ഓ, ഇപ്പൊ നിങ്ങള് ഇതിന് മാജിക് കണ്ടോണം. ഇത്ര എഴുതാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഒന്നുകൂടെ ഞാൻ ഓർമ്മിക്കാം. 0 കിലോ, 1/4 കിലോ, 1/2 കിലോ, 3/4 കിലോ, 1 കിലോ. ഓക്കെ, ഇവിടെ 0 നമുക്കറിയാവുന്ന ഡിഗ്രീസ് എല്ലാം അങ്ങോട്ട് എഴുതുക കറക്റ്റ് ആയിട്ട്. എന്നിട്ട് സൈൻ വാല്യൂസ് എഴുതുമ്പോൾ 0യുടെ റൂട്ട്, ഈ ഓരോരുത്തരുടെ റൂട്ടുകൾ എഴുതുക. 0യുടെ റൂട്ട് എല്ലാവർക്കും അറിയാം, 0.
Next 1 by 4 ന്റെ റൂട്ട് 1 ന്റെ റൂട്ട് 1, 4 ന്റെ റൂട്ട് 2, 1 by 2. നെക്സ്റ്റ് 1 by 2 റൂട്ട് എടുക്കുമ്പോൾ 1 ന് റൂട്ട് ഉണ്ട് 1 പക്ഷെ 2 ന് റൂട്ട് ഇല്ലാത്തതുകൊണ്ട് ബൈ റൂട്ട് 2, 1 by റൂട്ട് 2. 3 by 4 ആകുമ്പോൾ 3 ക്ക് റൂട്ട് ഇല്ല, ദാറ്റ് ഈസ് റൂട്ട് 3 by 4 ന്റെ റൂട്ട് 2. ഓക്കേ 1 ന് റൂട്ട് എത്രയാണ് 1. വി ഗെറ്റ് സൈൻ വാല്യൂസ് കേട്ടോ. സൈൻ വാല്യൂസ് കിട്ടി. സൈൻ 0 0, സൈൻ 30 1 by 2, സൈൻ 45 1 by റൂട്ട് 2, സൈൻ 6 റൂട്ട് 3 by 2, സൈൻ 90 1. ഓക്കേ നെക്സ്റ്റ് കോസിനെ എഴുതാൻ ചുമ്മാ തിരിച്ചിട്ടാ മതി. തിരിച്ചിട്ട് ഇവനെ ആദ്യം എടുത്ത് എഴുതണം, ഇവൻ അവസാനം പോകണം, തിരിഞ്ഞു വരണം. ഓക്കെ 1 ഇവിടെ എടുത്ത് എഴുതി, റൂട്ട് 3 by 2 ഇവിടെ എഴുതി. നെക്സ്റ്റ് 1 by റൂട്ട് 2 അതേപോലെ എഴുതി, 1 by 2 ഇവിടെ എഴുതി. ഓടാ നീ അവിടെ 0. അപ്പൊ നമുക്ക് കോസ് വാല്യൂസ് കിട്ടി. നോക്കിക്കേ കോസ് 0 1, കോസ് 30 റൂട്ട് 3 by 2, കോസ് 45 1 by റൂട്ട് 2, കോസ് 60 1 by 2, കോസ് 90 0. ടാൻ എഴുതാൻ ചുമ്മാ നേരെ നേരെ ഡിവൈഡ് ചെയ്താൽ മതി. 0 by 1 0 കണ്ടോ ടാൻ 0 by 1. Next 1 by 2 by root 3 by 2 ഒന്ന് വെട്ടിപ്പോയി കഴിഞ്ഞാൽ 1 by root 3. Next ഇതും ഡിവൈഡ് ചെയ്യുമ്പോൾ 1 by root 2 by 1 by root 2 സെയിം 1 അറിയാമല്ലോ tan 45 1. Next root 3 by 2 നോക്കിക്കൊണ്ടോണേ root 3 by 2 by 1 by 2 2 ക്യാൻസൽ ആയി root 3 by 1 root 3. 1 by 0 is infinity. കഴിഞ്ഞു. ഓക്കെ ആണല്ലോ. അപ്പോൾ സൈൻ വാല്യൂസുകൾ റൂട്ട് എടുത്ത് കിട്ടും, തിരിച്ചെഴുതുമ്പോൾ കോസ് കിട്ടും, ഡിവൈഡ് ചെയ്യുമ്പോൾ tan കിട്ടും, നമുക്ക് എല്ലാം കിട്ടി. ഓക്കെ ആണല്ലോ. ഈ സമയം കൊണ്ട് നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം, നമുക്ക് നല്ല സൂപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ വേണം 1 മിനിറ്റ് പോലും ചെയ്താൽ കിട്ടേണ്ടത്. ഓക്കെ അപ്പൊ എല്ലാവർക്കും ഇത് ഇഷ്ടമായെങ്കിൽ ഒട്ടും മടക്കാതെ മറക്കാതെ എല്ലാവരോടും ഒന്ന് ഷെയർ ചെയ്തേക്കണം. നിങ്ങളുടെ കൂട്ടുകാരും ഇത് പഠിക്കട്ടെ, നല്ല രീതിയിൽ കൂടെ മാത്സ് എക്സാം എഴുതട്ടെ. അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ക്ലാസ്സുകൾ ഇനിയും രാവിലെ നമ്മുടെ ക്ലാസ് ഉണ്ടാവും 5 മണിക്ക്. ഓക്കെ ഗുഡ് ബൈ.